കോന്നിയിലെ പാറമടയിൽ അഗ്നിശമന സേനാ വിഭാഗം എത്രയോ മണിക്കൂറുകളായി ഇന്നലെയും ഇന്നുമായി നടത്തി വന്ന കനത്ത മഴ അതിനിടയിലുമാണ് ഈ പ്രവർത്തനം അവിടെ ആകെ തുടർന്നത്. രാജ്കുമാർ സംഭവസ്ഥലത്ത് നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിസാഹസികമായി മഴയത്തും നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗം നടത്തിയ വലിയ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിലാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയ 2 മനുഷ്യർ അവരുടെ ആ ശരീരഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നത്. ആ ഒരു ദുഷ്കരമായ പ്രവർത്തനം അത് നേരിട്ട് കണ്ട മാധ്യമപ്രവർത്തകൻ കൂടിയാണല്ലോ, പറയൂ. ഏതാണ്ട് 30 മണിക്കൂർ അടുക്കുകയാണ്. ഇന്നലെ 2:30 അപകടം നടക്കുന്നു. ആ സമയം മുതൽ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തു. അതിൽ ആദ്യം ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. രണ്ടാമത്തെ ആളുടെ, അതായത് അജയ് റായ്, ബീഹാർ സ്വദേശി അജയ് റായുടെ മൃതദേഹമാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ബോഡി അവരത് പാക്ക് ചെയ്തു. ഇനി അത് മുകളിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ നിലവിൽ ആ ഹിറ്റാച്ചി ഇനി താഴേക്ക് തള്ളിയെടുക്കുക മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം ഇതിനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ലോങ് ബൂം എക്സ്കവേറ്റർ ആലപ്പുഴ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിച്ചത്. അത് തന്നെയാണ് ഏറെ വൈകുകയും ചെയ്തത്. ഇത് സാധാരണഗതിയിൽ റോഡ് മാർഗം അത്ര വേഗതയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യന്ത്രമല്ല. അത് ഇത്തിരി ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചതും. അത് മാത്രമല്ല, ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, കേരള ഫയർഫോഴ്സിന്റെ ടിബറ്റൻ പോലീസിന്റെ പ്രത്യേക പരിശീലനം നേടിയ അതിലെ അംഗങ്ങൾ, അതിലെ 3 പേരാണ്, അമലും ജിത്തുവും ജിബുവും, 3 പേർ ചേർന്നാണ് സാഹസികമായി ഇപ്പോൾ ഇവിടെ ഇറങ്ങിയതും. ഇതിന്റെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് പാറകൾ മുഴുവനും നീക്കം ചെയ്തതിനു ശേഷം അവരിറങ്ങി ഈ ക്യാബിനകത്ത് നിന്ന് സാഹസികമായി ഇപ്പോൾ ഈ അജയ് റായയുടെ മൃതദേഹം പുറത്തെടുത്തത്. അതെ, ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ ഇതിനിടയിൽ കനത്ത മഴയുണ്ടായിരുന്നു. ഈ പാറക്കെട്ടുകളൊക്കെ വലിയ വഴുക്കലാണ്. നിരന്തരം തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ആണ് ഇത് പ്രത്യേകതരം വടമാണല്ലേ, ആ വടം എത്തിച്ചിട്ടൊക്കെയാണ് അത് കെട്ടി. അതുപോലെ തന്നെ ഇവർ 3 പേരും മുമ്പ് രാജ്കുമാർ പറഞ്ഞ പോലെ പ്രത്യേക ദൗത്യ സംഘമായി ഈ 3 പേരും പ്രവർത്തിച്ചത്. അങ്ങനെയാണ് ഇവർ എല്ലാവരുമുള്ള മറുകരയിൽ നിന്ന് അല്ലെങ്കിൽ മറുഭാഗത്തു നിന്ന് ഇവിടേക്ക് വന്നു. അതുപോലെ തന്നെ പറയുന്നത് കേട്ടു, ഈ മുകൾ ഭാഗത്ത് നിന്ന് പാറ, ഈ കാലാവസ്ഥ പ്രതികൂലമായ ഘട്ടത്തിലൊക്കെ മേളിൽ നിന്നും പാറ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി മാറുകയും ചെയ്തു അല്ലേ? ഇന്നലെ വൈകിട്ടും പാറ ഇടിഞ്ഞു വീണു. ഇന്ന് രാവിലെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കെ ഇവര് ആദ്യം ഇതില് 2 പേർ, 4 സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ 2 പേരും NDRFന്റെ 2 പേരും, അങ്ങനെ 4 പേർ ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായി ഇവിടെ ഇറങ്ങി ഇതിന്റെ ഈ ഹിറ്റാച്ചി, ഈ പാറയുടെ അടിയിൽ കുടുങ്ങിയ ഹിറ്റാച്ചി പരിശോധിച്ചു. ആ സമയത്ത് ഏതാണ്ട് 50 ടൺ ഭാരം വരുന്ന മണ്ണും പാറകളും മുഴുവനും ഇത് മൂടിയ നിലയിലായിരുന്നു. ആ സമയത്ത് അവരെ കയറിയ ഉടൻ തന്നെ ഒടുങ്ങനെ വീണ്ടും അവർ ഈ പാറയുടെ മുകൾ ഭാഗത്തു നിന്നുള്ള ഇടിയാൻ തുടങ്ങി. അതൊരു ഭാഗ്യമെന്ന് പറയട്ടെ, ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഈ 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. പിന്നീടാണ് അവർ കൃത്യമായ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുത്തത്. ഇത് ഇനി ഇവിടെ ആവശ്യം ഇതുപോലെ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരണം. അതിന്റെ നിലവിൽ രാജ്കുമാർ നോക്കൂ, അവര് 3 പേരും ചേർന്ന് ആ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം ഈ വടത്തിൽ കെട്ടി ഇപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. നേരത്തെ അത് പാക്ക് ചെയ്ത കാര്യം രാജ്കുമാർ പറയുന്നുണ്ടായിരുന്നു. അവർ നോക്കൂ, ചെങ്കുത്തായൊരു സ്ഥലമാണ്, ആകെ പൊട്ടിത്തകർന്ന് അല്ലെങ്കിൽ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ട്, ഒട്ടും ബലവത്തല്ലാത്ത രീതിയിൽ ഇടിഞ്ഞു വീണ പാറക്കെട്ടുകളാണ്. അതിലൊക്കെ ചവിട്ടി നിന്നാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം എന്നതുകൂടിയുണ്ട് രാജ്കുമാർ. ഇവരിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് താഴേക്കുള്ള ഒരു ആഴം പരിശോധിച്ചാൽ ഏതാണ്ട് 200 മീറ്ററോളം ആഴം, വലിയ ഗർത്തമാണ്. ആ ഗർത്തത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു നൂൽപ്പാലത്തിൽ നിന്ന് ചെയ്യുന്നത് പോലെ സാഹസികമായ ഒരു കൃത്യമാണ് ഈ 3 പേര്, കേരള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫയർഫോഴ്സിന്റെ തന്നെ പരിശീലനം നേടിയ ഈ 3 പേർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ദൗത്യം. റെസ്ക്യൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇതുപോലെയുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ആകുമ്പോൾ തീവ്ര പരിശീലനം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ടിബറ്റൻ പോലീസിന്റെ പരിശീലനം മൂന്നാറിൽ വെച്ച് അത് അവർക്ക് ലഭിച്ചിരുന്നു. അതുകൂടി കണക്കിലെടുത്താണ് ഇവരെ തന്നെ ഈ ദൗത്യത്തിന് ഈ
സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിർദ്ദേശിച്ചതും അതനുസരിച്ച് 3 ജില്ലയിൽ നിന്നുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങൾ 20ഓളം പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയും കൂടി ഇടപെടലോടുകൂടിയാണ് ഇപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്ന ഈ 3 പേരുടെ അമലും ജിത്തുവും ജിബുവിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കരുത്ത് സൂചിപ്പിച്ചതുപോലെ അവർ സാഹസികമായി റോപ്പ് കെട്ടി ഇറങ്ങി മൃതദേഹം ഈ പാറ നീക്കം ചെയ്തതിന് ശേഷമാണ് അവർ ഇറങ്ങിയത്. ഇപ്പോൾ ആ ക്യാബിനിൽ നിന്ന് മൃതദേഹം അവരത് ശ്രമകരമായി തന്നെ അത് പുറത്തേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. ഈ ഒരുപാട് രക്തം വാർന്നു പോയിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വരുന്ന സമയത്ത് ഈ പാറയുടെ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ രക്തം ഒഴുകിപ്പോയതിന്റെ ചുവന്ന ഒരു നിറം കണ്ടിരുന്നു. ആ സമയത്ത് രാജ്കുമാർ, അവരവിടെ സജ്ജീകരിച്ചിരിക്കുന്ന, ഘടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടി ഉറപ്പാക്കിയ റോപ്പിൽ ഈ മൃതദേഹം പൊതിഞ്ഞ് അതിലേക്ക് ഘടിപ്പിച്ചെന്ന് തോന്നുന്നു അല്ലേ? ആ റോപ്പിലേക്ക് വെച്ച് അത് റോപ്പ് മെല്ലെ മെല്ലെ വലിച്ച് കയറ്റാനാണെന്ന് തോന്നുന്നു പരിപാടി അല്ലേ? അതെ, അതാണ് അവർക്ക് കിട്ടിയ ഒരു പരിശീലനം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ആരെങ്കിലും അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ ആ മൃതദേഹം ഉയർത്തുക എന്ന് പറയുന്ന ഒരു പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പരിശീലനം കിട്ടിയതായതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ മൃതദേഹം ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ അതിൽ ടൈ ചെയ്തുകൊണ്ട്, ആ പാക്കറ്റിൽ ടൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉയർത്താനുള്ള ഒരു നീക്കം നടക്കുന്നത്. നോക്കൂ, ആ ഹിറ്റാച്ചിയുടെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അവിടെ എന്താണ് നമുക്കിങ്ങനെ കാണാം, അതിങ്ങനെ ആടുന്നതൊക്കെ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുന്നതാണോ, അവർ തന്നെ കൈകൊണ്ടുമൊക്കെ അങ്ങോട്ട് മാറ്റുന്നൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഉപരി ഈ ദൃശ്യങ്ങൾ വല്ലാതെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് പറഞ്ഞ പോലെയാണ് 200 അടി താഴ്ചയുള്ള ഒരു വലിയ അഗാധ ഗർത്തത്തിൻ്റെ ഓരത്താണ് ഇവർ നിൽക്കുന്നത്. ചരിഞ്ഞ ഒരു പ്രതലമാണ്. അതിൽ തന്നെയുള്ള ഈ കല്ലുകൾ എത്രയെണ്ണം ഉറപ്പുള്ളതാണ്, എത്രയെണ്ണം ഈ പാറ പൊട്ടി മുകളിൽ നിന്ന് വന്ന് വീണതാണ് എന്നും ഒന്നും പറയാൻ കഴിയാത്ത വിധമാണ്. അതുപോലെ തന്നെ മഴ തുടർച്ചയായി പെയ്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ അറിയാതെ അങ്ങനെ വെള്ളം വീണ് വലിയ തോതിൽ വഴുക്കലുള്ളതാണ്. ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന വലിയ പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഇവർ, പ്രത്യേക ദൗത്യ സംഘാംഗങ്ങളാണ് നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ എന്നുള്ളതുണ്ടെങ്കിലും അതീവ ദുഷ്കരമായ, വളരെ സങ്കീർണമായിട്ടുള്ള, വളരെ വെല്ലുവിളി നിറഞ്ഞ, അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ്. കാരണം എല്ലാ സുരക്ഷാ മാർഗങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും അവരുടെ ഒരു വലിയ ഉത്തരവാദിത്വവും അവരുടെ ആ ഒരു സേവനവും ഒക്കെ നമ്മൾ അതുപോലെ വളരെയധികം മാനിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ മനുഷ്യജീവൻ്റെ ഒരു വില, ഇപ്പോൾ ഷിരൂരിലൊക്കെ അർജുൻ ഇങ്ങനെ പെട്ടുപോയൊരു ഘട്ടത്തിൽ അവിടെ ഏറ്റവും വലിയ തെരച്ചിൽ നടത്താൻ കർണാടക സർക്കാരിനോട് ഏറ്റവും അധികം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ നാടാണ്. നമ്മുടെ സർക്കാർ ഇവിടുന്ന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരു നിമിഷം ഇത് ബോഡി, അജയുടെ മൃതശരീരം അതിന്റെ കപ്പിലേക്ക്, അതായത് ഈ എക്സ്കവേറ്ററിന്റെ ഇത് മണ്ണ് കോരുന്ന ആ കോരിയിലേക്ക് അതിനുള്ളിലേക്ക് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഉയർത്തിയെടുക്കാനായിരിക്കും ഒരു ശ്രമം എന്ന് കരുതുന്നു. അതാണ് ഇപ്പോൾ അത് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ നമുക്കത് കാണാം. അതിപ്പോ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു സന്നാഹം അവരിപ്പോ അത് സേഫായിട്ട് അവർ മാറുകയും ചെയ്യുകയാണ്. അത് ഉയർത്തുന്ന സമയത്ത് ഈ വടം അതിലേക്ക് ഘടിപ്പിച്ച് കാണും അല്ലേ, അതിൽ ബന്ധിപ്പിച്ച് കാണും അല്ലേ, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഉയർത്താൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ ഒരു സപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ്, ആ ബക്കറ്റിന്റെ കൂടി ഒരു സപ്പോർട്ടിങ്ങിന്റെ സഹായത്തോടു കൂടി ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ നിലവിലുള്ളത് വെച്ചിട്ട് അവർക്ക് നേരത്തെ തന്നെ ഇതുപോലെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതെങ്ങനെ വേണം മുകളിലേക്ക് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ ബക്കറ്റിനുള്ളിലേക്ക് മൃതദേഹം നമുക്ക് വളരെ ക്ലിയർ ആയി തന്നെ കാണാം. അത് ബക്കറ്റിനുള്ളിലേക്ക്, അതിന്റെ ആ കോരിയുടെ ഉള്ളിലേക്ക് മൃതദേഹം വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാനായിരിക്കും ഒരു സാധ്യത. അതായിരിക്കും ഇപ്പോൾ നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. അല്പസമയം, ഏതാനും ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് മുകളിലേക്ക് മാറ്റും.